നമസ്കാരം കൂട്ടുകാരെ, നല്ല നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരു ബൗളിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കഴുകി വൃത്തിയാക്കിയ ബീഫിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി പൊളിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഫ്രഷ് ബീഫ് ആണെങ്കിൽ ചെറുതീയിൽ 3-4 വിസിലടിച്ച് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് കനം കുറച്ചെരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക. സവോള വഴന്നു വരുമ്പോൾ ചെറുതായി എരിഞ്ഞ തക്കാളിക്കയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ബീഫിന്റെ കൂടെ ഇട്ട മസാലകൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലകൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് വേവിച്ച് വെച്ച ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയും ബീഫും നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലോട്ട് വെണ്ണ പോലെ അരച്ച കശുവണ്ടിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ച് ചാറ് കുറുകി വരുമ്പോൾ തേങ്ങയുടെ നല്ല 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുന്ന കൂടെ ഇത്തിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. കടുക് താളിച്ചതിന്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്കയും നെടുക്കയപ്പെടുന്ന പച്ചമുളക് ഇട്ട് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.